മാസമൊന്നും പ്രതീക്ഷ വരരുത്. സാധാ നോർമലി ജോസ് പള്ളിശ്ശേരിയുടെ പടം എങ്ങനെയായിരിക്കും അത്ര സ്ലോ ആയിട്ടുള്ള പടമാണ്. ഭയങ്കര രോമാഞ്ചമൻ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ചെറിയ തിയേറ്റർ കുലുങ്ങൊന്നുമില്ല. തിയേറ്റർ കുലുങ്ങും. അവരുടെ ആ ഒരു വാർക്കൊന്നും കേട്ട് വരരുത്. തിയേറ്റർ കുലുങ്ങിയൊന്നുമില്ല. അങ്ങനെയൊക്കെ കേട്ട് വന്നാൽ ഉറങ്ങേണ്ടി വരുന്നു. അങ്ങനെ അഭിനയത്തിന് കുറവൊന്നുമില്ല. അങ്ങനെ അഭിനയത്തിന് വ്യത്യാസം. അഭിനയം എപ്പോഴും അടിപൊളി തന്നെയാണ്. ബട്ട് ആ ഒരു അവർ പറഞ്ഞ ഒരു പ്രതീക്ഷയ്ക്കത്തില്ല. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയുടെ അഭിനയം എന്താ പറയാനാ, എല്ലാത്തിനും എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഇതേ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഈ പറഞ്ഞ പ്രതീക്ഷക്കത്ത് അത്ര നമ്മൾ വിചാരിക്കണ അതിലൊന്നും എത്തില്ല. ഈ നമ്മൾ ഈ രോമാഞ്ചം അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് നല്ല കിട്ടണത്. പടം ഒരു ആവറേജ് സ്പീഡിൽ പോകുന്ന ഒരു സിനിമയാണ്. അതനുസരിച്ച് തന്നെ ഒരു ഫാന്റസി, ഒരു അമർചിത്ര കഥ അതേപോലെ കാണണം. അല്ലാതെ നമ്മൾ കൂടുതൽ റിയൽ ലൈഫാണെന്ന് പ്രതീക്ഷിച്ച് വരരുത്. അത്രേ ഉള്ളൂ. ക്ലൈമാക്സ് പൊളി എന്നൊക്കെ പറഞ്ഞു. ക്ലൈമാക്സ് അത് ചിലപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല ക്ലൈമാക്സ്. അറിയില്ല, അത് എനിക്ക് ബാക്കിയുള്ള അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അതറിയില്ല എന്താ പ്രശ്നം. തീരുമാനിക്കണം. പടം കാണാനുണ്ട്. പടം വിഷ്വലി നല്ല ഫ്രെയിംസ് ആണ്. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. വിഷ്വലി നല്ല ട്രീറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. വിഷ്വലുള്ള ട്രീറ്റ് അല്ലാണ്ട് കൂടുതൽ നമ്മൾ കഥയെ പറ്റി അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാതെ വന്നിട്ട് കാണണമെങ്കിൽ നല്ലതാണ്. ബാലരമ ചിത്രകഥ വായിക്കണ പോലെ വായിക്കാം, അല്ലെങ്കിൽ കാണാം. അതാ പറഞ്ഞ മേക്കിംഗ് ഒക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഓൾറെഡി ഉറക്കം നിന്നാ വന്നത്. പക്ഷേ മേക്കിംഗ് കൊണ്ടാണ് നമുക്ക് മൊത്തം കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഉറങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നി. ഇത്ര ഉള്ളൂ ഏട്ടാ, കൂടുതൽ പറയല്ലേ. കുഴപ്പമില്ല. അത് പടത്തിൽ ഏറ്റവും മെയിനായിട്ട് നന്നായിട്ട് തോന്നിയത് ക്യാമറ വർക്കാണ്. ക്യാമറ വർക്ക് അടിപൊളിയായിട്ട് തോന്നി. നല്ല ഭംഗിക്ക് അവരുടെ ഫ്രെയിമൊക്കെ അടിപൊളിയാണ്. നല്ല ഫ്രെയിമായിരുന്നു. പടം അത്ര ഒരു കുമ്മ് കിട്ടിയില്ല. പ്രതീക്ഷ അത്ര സാധനം കിട്ടിയില്ല. അതാണ് പ്രശ്നമായത്. പിന്നെ മാസപടമല്ല മെയിനായിട്ട്. പിന്നെ പടം ഇങ്ങനെ കണ്ടിരിക്കാം. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി എപ്പോഴും അടിപൊളിയാണല്ലോ. പുള്ളി കുറച്ചുകൂടി ഈ പടത്തിൽ കുറച്ച് ബോഡി ഫിറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല ഫിറ്റ്നസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. എന്താ പറയുക, ഒരു മാസപടമല്ല. അതാണ് മെയിൻ പ്രശ്നമല്ല. വേറെ ഒരു തിങ്സിലുള്ള പടമാണത്. ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രൊഡക്ഷൻ കുറച്ച് സ്ലോ ആയിരുന്നു. ക്ലൈമാക്സ് നമുക്ക് അത് ഒരു ഫീൽ കിട്ടിയില്ല. അത്ര നേരം കുഴപ്പമുണ്ടായില്ലായിരുന്നു. പക്ഷെ ഭയങ്കര അതിൻ്റെ ഇടയിൽ കുഴപ്പമുണ്ടായില്ല. ഇതൊരു മാസ് പടമാണോ ക്ലാസ് പടം? മാസമല്ല. പ്രതീക്ഷ ആരും വരണ്ട. കുഴപ്പമില്ലാത്തൊരു പടം കണ്ടോണ്ടിരിക്കാം. ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ കുഴപ്പമില്ല. കുറച്ച് ചെറിയ സീൻസുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല പടമായിരുന്നു. മ്യൂസിക് എങ്ങനെ ഉണ്ടായിരുന്നു? BGM കൊള്ളാം. നല്ല BGM, ക്യാമറ വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. പിന്നെ കുഴപ്പമില്ല. നല്ല ഒരു പടം. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ച് മൂവിയാണ്. ഒരു ബോവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അല്ലാണ്ട് അഭിനയം എങ്ങനെ വന്നാലും അടിപൊളിയാണ്. അത് ഓഫ്കോഴ്സ് അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ ക്ലൈമാക്സിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫാൻറ്റസി രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് കണ്ടിരിക്കാം, നല്ലതാണ്. ഏത് ലിജോ ജോസ് പള്ളിശ്ശേരി മൂവി വെച്ച് നോക്കുമ്പോൾ അതുപോലെ കാണുമ്പോൾ ഓക്കെയാണ്. അല്ലാണ്ട് വേറെ രീതി ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ കൊള്ളാം. ഒരു ബോവറേജ്. ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രൊഡക്ഷൻ നൈസാണ്, പറയാനുള്ള നൈസാണ്. ക്ലൈമാക്സ് ഒരു ഫാൻറ്റസി ആയിട്ട് കാണണം. അല്ലാണ്ട് ജസ്റ്റ് ഭയങ്കര റിയാലിറ്റി അല്ല, ഒരു ഫാൻറ്റസി പോലത്തെ സംഭവം. കണ്ടിരിക്കാം. ലാലേട്ടൻ പൊളിയല്ലേ? ലാലേട്ടൻ എങ്ങനെ വന്നാലും പുള്ളിയുടെ അഭിനയം അടിപൊളിയാണ്. നമുക്ക് എല്ലാവരും ലാലേട്ടൻ ഫാൻസ് ആണല്ലോ. അടിപൊളിയാണ്. താങ്ക് യു.